Today I am dealing about three-phase system. Three-phase system. I know Aishwin is already gone through this three-phase system. Concept clearance വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് എടുക്കുന്നത്. ത്രീ ഫേസ് സിസ്റ്റം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സിംഗിൾ ഫേസ് എ സി എന്താണ് പഠിക്കണം, സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്താണ് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ആക്ച്വലി നമുക്കൊരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്, ഫാരഡേ പറയുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനാവശ്യമായിട്ട് 3 പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. ഒന്ന് ഫീൽഡ് സിസ്റ്റം, ഒരു കോയില്, അതിൻ്റെ മൂവ്മെൻറ്റ്. ഈ 3 പാരാമീറ്റേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആക്ച്വലി ഒരു 2 ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 2 തെർമൽ മാഗ്നറ്റ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു കോയിൽ, ഒരു ഷോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പ് കോയിൽ നമ്മളവിടെ പ്ലേസ് ചെയ്തു. ആ കോയിൽ നമ്മൾ പാരലൽ ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനെ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. ഇതാണ് കൺസെപ്റ്റ്. ഇതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Whenever the coil rotated in a uniform magnetic field, there is an induced EMF. ഇതാണ് കൺസെപ്റ്റ്. അതുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഫേസ് എ സി കിട്ടും. ഈ സിംഗിൾ ഫേസ് എ സി ടൈംലി വേരിയിങ് ആണ്. നമ്മൾ തീറ്റ ഡിഗ്രിയിൽ വേരി ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 സ്റ്റാർട്ട് ചെയ്ത് 90 മാക്സിമം എത്തി 180 ഡിഗ്രിയിൽ വീണ്ടും 0 ക്രോസ് ചെയ്ത് 270 ഡിഗ്രിയിൽ വീണ്ടും നെഗറ്റീവ് മാക്സിമം വന്ന് 360 ഡിഗ്രിയിൽ വീണ്ടും അത് 0 ക്രോസ് ചെയ്യുന്ന ഒരു സൈൻ വേവ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിംഗിൾ ഫേസ് എ സിയിൽ വരുന്നത്. ഇതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ഫേസ് സിസ്റ്റം ജനറേറ്റ് ചെയ്യാം. എങ്ങനെ 3 ഫേസ് സിസ്റ്റം ജനറേറ്റ് ചെയ്യും? ഈ കോയിൽസിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യൂസിങ് എ സിംഗിൾ കോയിൽ വി ആർ യൂസിങ് ത്രീ കോയിൽസ് like this. We are providing 3 coils over there. This is the top view of the magnets or a field system. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നോക്കുമ്പോൾ 3 കോയിൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു ബ്ലൂ കോയില്, ഒരു റെഡ് കോയില്, ഒരു ബ്ലാക്ക് കോയിൽ. ഈ കോയിൽസ് എല്ലാം പ്ലേസ് ചെയ്തിട്ട് ഒരേ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 3 ഫേസ് സിസ്റ്റത്തിൽ നിന്ന് 3 ഫേസസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആ റിസൾട്ട്. നമ്മൾ സിംഗിൾ ഫേസ് എ സി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേവ് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ 3 ഫേസ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫേസസ് കിട്ടുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? ഇതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ ഈ സിസ്റ്റം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേസിന് പകരം 3 ഫേസസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ ആക്ച്വലി ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഒരു കോയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. ഇതാണ് ആക്സിസ്. ടോപ്പ് വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആക്സിസ് കൊടുക്കുന്നത്, നമ്മുടെ ഷാഫ്റ്റ് കൊടുക്കുന്നത്. ഈ ഷാഫ്റ്റ് കൊടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യും. ഇത് നമ്മൾ ടോപ്പ് വ്യൂവിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കോയിൽ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ കോയിലിനകത്തുണ്ടാകും. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സിംഗിൾ കോയിൽ വി ആർ യൂസിങ് 2 and 3 കോയിൽസ്. നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സിംഗിൾ കോയിൽ നമ്മൾ 3 കോയിൽസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒരേ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 3 ഫേസസിലും ഉണ്ടാകും. ഇതാണ് കൺസെപ്റ്റ്. നമുക്ക് 3 ഫേസസിലും നമുക്ക് 3 ഫേസ് കറണ്ട്, ഫേസ് വോൾട്ടേജ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ 3 ഫേസസിനെയും കണക്ട് ചെയ്യുന്നത് നോക്കിയ ആക്ച്വലി ഫസ്റ്റ് ഫേസ് നമുക്ക് ഒരു ഓയിലിൽ നിന്നുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VM sin θ എന്ന ഒരു ഫോർമുലയാണ് കിട്ടുന്നത്. VM sin θ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു സൈൻ വേവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതുകൂടാതെ ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്, അതാണ് VM. ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ഈ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സൈൻ തീറ്റ വരാൻ കാരണം അത് ആ സൈൻ വേവിൻ്റെ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അതിനെ 120 ഡിഗ്രി ഷിഫ്റ്റ് ലാഗ് ചെയ്തായിരിക്കും അടുത്ത ഫേസിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. 120 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും അടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് 120 ഡിഗ്രി വീണ്ടും ലാഗ് ചെയ്യുന്നു. അപ്പോൾ 120 + 120 250 ഡിഗ്രി ലാഗ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും മൂന്നാമത്തെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫേസർ ഡയഗ്രാം വഴി റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും. 3 ഫേസസ് VR, VY, VB എന്നിവ 120 ഡിഗ്രി ഡിസ്പ്ലേസ് ചെയ്ത് വരും.
ഈ 120 ഡിഗ്രി എവിടെ നിന്ന് കിട്ടി നോക്കാം. ഈ 120 ഡിഗ്രി കിട്ടാൻ കാരണം നമ്മൾ 3 ഫേസ് സിസ്റ്റത്തിനെ ഈ 3 ഫേസ് സിസ്റ്റത്തിനെയും നമ്മൾ പ്ലേസ് ചെയ്യുന്നു, ഈ കോയിൽസ് വഴി വൈൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത്? ഒരു പ്രത്യേകിച്ച് റൂളുണ്ട്. ആ റൂൾ കൺസിഡർ ചെയ്യാനുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ നമ്പർ ഓഫ് ഫേസസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്രയാണ് ആംഗിൾ എന്ന് കിട്ടും. ഒരു 2 ഫേസ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 ഫേസ് സിസ്റ്റത്തിന് 360/2 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന 2 കോയിൽസിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫേസ് ഔട്ട് ഓഫ് ഫേസ് ആവാതെ കോയിൻസൈഡ് ചെയ്തിരിക്കും. ഇത് നമുക്ക് കൊണ്ടിട്ട് ഒരു ഗുണവും ഒരു അഡ്വാൻറ്റേജും ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല. സോ വി ആർ ഗോ ഫോർ 3 ഫേസ് സിസ്റ്റം. 3 ഫേസ് സിസ്റ്റം 360/3 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. നമ്മൾ 120 ഡിഗ്രി അപ്പാർട്ട് നമ്മൾ 3 ഫേസസിലെയും വോൾട്ടേജിനെ കണക്ട് ചെയ്യുന്നു. 3 ഫേസസിനെയും കോയിൽസിൽ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരിക്കലും 3 കോയിൽസ് 120 ഡിഗ്രി അപ്പാർട്ട് നമ്മൾ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വൈൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. 3 ഫേസസിലും ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ് EMF ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇൻഡ്യൂസ് EMF 120 ഡിഗ്രി അപ്പാർട്ട് വരുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രി വരുന്ന പ്ലേസിൽ മാത്രമേ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യത്തുള്ളൂ. അതല്ലാതെ 120 ഡിഗ്രി അപ്പാർട്ട് നമ്മൾ കോയിൽസിനെ കണക്ട് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് അല്ല. 3 ഫേസസിനും 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ യൂസ് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ VR, V5, V ഫേസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി അപ്പാർട്ട് എന്നറിയാലോ. നമ്മൾ ഇതിനെ എക്സ് ആക്സിസിൽ VR-നെ പ്ലേസ് ചെയ്യാനെന്ന് വയ്ക്കുക. ആ എക്സ് ആക്സിസിൽ നിന്നും VY എന്ന് പറയുന്നത് -120 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. -240 ഡിഗ്രി ലാഗ് ചെയ്യുന്നതാണ് VB എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് -120 എടുത്താൽ VY കിട്ടും, ഇതിൽ നിന്ന് -240 എടുത്താൽ നമുക്ക് VB കിട്ടും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം VR എന്ന് പറയുന്നത് VB 120 ഡിഗ്രി ലീഡ് ചെയ്യുമെന്ന് പറയാമല്ലോ. ഇങ്ങനെയാണ് ഇവിടെ നിന്ന് 240 വെച്ച് സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഈ വേവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അത് 120 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് VR എന്ന് പറയുന്നത് VM sin θ ആണെങ്കിൽ VB എന്ന് പറയുന്നത് VM sin θ + 120 എന്ന് നമ്മൾ പറയുന്നത്. VY എന്ന് പറയുന്നത് ഇത് ലാഗ്സ് ബൈ 120 ഡിഗ്രി ആയിരിക്കും. സോ ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ ഇതേ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു സിംഗിൾ ഫേസ് AC ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ട് 3 ഫേസസ് നമുക്ക് ഈസിലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 3 ഫേസ് സിസ്റ്റം എക്കണോമിക്കലാണ്, എഫിഷ്യൻ്റ് ആണ് ആൻഡ് ലോ കോസ്റ്റ് ആണ്. നമുക്കൊരു ഇത് വെച്ചിട്ട് ഹയർ ഔട്ട്പുട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈസി ടു ഹാൻഡിൽ ആൻഡ് ഈസി ടു ഇറ്റ് ഈസ് എ വേഴ്സറ്റൈൽ സിസ്റ്റം. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. 3 ഫേസ് സിസ്റ്റം എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യും? ഹൗ വിൽ യു ഡ്രോ 3 ഫേസ് സിസ്റ്റം? ഇൻ 3 ഫേസ് സിസ്റ്റം ഫസ്റ്റ്ലി വി ഹാവ് ടു ഡ്രോ ദ VR, ദാറ്റ് ഈസ് ഫസ്റ്റ് ഫേസ്. VR R ഫേസിൻ്റെ വോൾട്ടേജ് നമ്മൾ ഡ്രോ ചെയ്യണം. അത് ബ്ലാക്ക് കളറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് 0-ൽ സ്റ്റാർട്ട് ചെയ്ത് 90 മാക്സിമം വന്ന് 180 ഡിഗ്രിയിൽ വീണ്ടും 0 ക്രോസ് ചെയ്ത് 270 ഡിഗ്രിയിൽ നെഗറ്റീവ് മാക്സിമം വന്ന് 360 ഡിഗ്രിയിൽ എൻഡ് എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആക്ച്വലി ഇതാണ് ആ ബ്ലാക്ക് കളറിലുള്ളതാണ് VM sin θ എന്ന് പറയുന്ന R ഫേസിലുണ്ടാകുന്ന ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 120 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും അടുത്ത വേവ് വരുന്നത്. Y ഫേസ് എന്ന് പറയുന്നത് അത് 120 ഡിഗ്രിയിൽ 120 ഡിഗ്രി സ്ട്രൈക്ക് ചെയ്ത് 210 120 + 90 210-ൽ മാക്സിമം വന്ന് 210 + 90 300-ൽ 0 ക്രോസ് ചെയ്ത് അങ്ങനെ പോകും. 120 ഡിഗ്രി -90 എന്ന് പറയുന്നത് 30 ഡിഗ്രിയിൽ നമുക്ക് നെഗറ്റീവ് മാക്സിമം കിട്ടും. ആക്ച്വലി ഈ വേവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേവ്സ് ആണ്. അത് ഏത് ഫസ്റ്റ് വരുന്നു ഏത് സെക്കൻഡ് വരുന്നു നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മളിത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് സൈഡും ഇതിൻ്റെ കാണും. അത് അങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വലി 30 ഡിഗ്രിയിൽ നെഗറ്റീവ് മാക്സിമം വരുന്നതായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വേവ് എന്ന് പറയുന്നത് 240 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേവാണ്. അതായത് ഈ
സീറോയിൽ നിന്ന് 240 ലാഗ് ചെയ്ത് വരുന്ന അടുത്ത വേവ് എന്ന് പറയുന്നത് 240+90 330 നമുക്ക് പോസിറ്റീവ് മാക്സിമം അടുത്ത നെഗറ്റീവ് മാക്സിമം അടുത്ത ആംഗിളിൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ നെഗറ്റീവ് മാക്സിമം നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ 240 - 90 എടുത്താൽ നമുക്ക് 150 നെഗറ്റീവ് മാക്സിമം കിട്ടും. ഇത് സീറോ പ്രൈസ് ചെയ്യുന്നത് ഈ 240 - 180 എന്ന് പറയുന്നത് 160 നമുക്ക് സീറോ ക്രോസ് ചെയ്യും. ഇതൊരു കണ്ടിന്യൂസ് വേവ് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് സൈഡുമുണ്ട്. ഇത് നമുക്ക് ഒറ്റ രീതിയിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇത് വരയ്ക്കാനായിട്ട് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ആക്ച്വലി 30 ഡിഗ്രീസ് വെച്ചിട്ടാണ് ഓരോന്നും ഡിവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വേവിൽ തന്നെ 90 ഡിഗ്രിയിൽ മാക്സിമം കിട്ടുന്നു. ഈ 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും മാക്സിമം, നെഗറ്റീവ് മാക്സിമം, സീറോ എന്നിവ വരുന്നത്. 90 ഡിഗ്രിയിൽ ഫസ്റ്റ് മാക്സിമം വരുന്നു, അടുത്ത 90 ഡിഗ്രി ആകുമ്പോൾ സീറോ ക്രോസ് ചെയ്യുന്നു, അടുത്ത 90 ഡിഗ്രി എടുക്കുമ്പോൾ നെഗറ്റീവ് മാക്സിമം വരുന്നു, അടുത്ത 90 ഡിഗ്രി വരുമ്പോൾ അടുത്ത സീറോ ക്രോസ് ചെയ്യുന്നു. ആ ഒരു 90 ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. നമ്മൾ 3 ഫേസസ് 3 ഫേസിൽ ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസെപ്റ്റിൽ പറഞ്ഞത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 കോയിൽസിൽ നിന്നും ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ 3 ലോഡ്സിൽ കൊടുക്കുകയാണെന്ന് വയ്ക്കുക. അതാണ് ഈ ഫിഗർ കാണിക്കുന്നത്. ഫസ്റ്റ് R ഫേസ് ഒരു ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു, Y ഫേസ് ഒരു ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു, B ഫേസ് ഒരു ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഇപ്പോൾ 3 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് 3 ഇൻഡിപെൻഡൻറ്റ് ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതുവഴി നമുക്ക് 1 2 3 4 5 6 കണ്ടക്ടേഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദീസ് കണ്ടക്ടേഴ്സ് വി ഗോ ഫോർ 2 ന്യൂ ടെക്നിക്സ്, സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിൽ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ സെയിം ലെഗ്സ് എല്ലാം കൂടെ ഒരിടത്ത് ജോയിൻ ചെയ്യും. ഇതാണ് ന്യൂട്രൽ പോയിന്റ്. ആ ന്യൂട്രൽ പോയിന്റിലേക്ക് സെയിം ലെഗ്സ് കണക്ട് ചെയ്യും. ഡെൽറ്റ കണക്ഷനിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ഫേസിൻ്റെ ട്രെയിലിംഗ് എൻഡ് എന്ന് പറയുന്ന അടുത്തതിൻ്റെ ഇനിഷ്യൽ എൻഡിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ ട്രെയിലിംഗ് എൻഡ് അടുത്തതിൻ്റെ ഇനിഷ്യൽ എൻഡിൽ കണക്ട് ചെയ്ത് ഡെൽറ്റ കണക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് സ്റ്റാർ കണക്ഷനാണ് നമ്മൾ ഡൊമസ്റ്റിക്കലി വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷനാണ്. ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫേസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സ്റ്റാർ കണക്ഷനിലുണ്ട്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്? ഫേസും ലൈനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന EMF, അതായത് ആ സോഴ്സായിട്ട് നമുക്ക് കിടക്കുന്ന കോയിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. R എന്ന് പറയുന്ന നോഡും ന്യൂട്രൽ എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്ന നോഡിൽ നിന്ന് പോകുന്ന കണ്ടക്ടറിനെയാണ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനും B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന ലൈനാണ് അടുത്ത ലൈൻ എന്ന് പറയുന്നത്. ഈ 2 ലൈൻ തമ്മിലുള്ള വോൾട്ടേജാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫേസ് വോൾട്ടേജ് എന്തെന്നും ലൈൻ വോൾട്ടേജ് എന്തെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോയിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ കോയിലിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ആയിരിക്കും ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇത് ന്യൂട്രൽ പോയിന്റ് ആണെങ്കിൽ R-നും N-നും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആയിരിക്കും ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. B-ക്കും N-നും തമ്മിലുള്ള വോൾട്ടേജ് ആയിരിക്കും ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. Y-ക്കും N-നും തമ്മിലുള്ള വോൾട്ടേജ് ആയിരിക്കും ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ R-നും B-ക്കും തമ്മിലുള്ള വോൾട്ടേജ് ആയിരിക്കും ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡെൽറ്റ കണക്ഷനിലാകട്ടെ R-നും Y-ക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് എന്നും പറയാം, ലൈൻ വോൾട്ടേജ് എന്നും പറയാം. ഇൻ ദ കേസ് ഡെൽറ്റ കണക്ഷൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ. ഇനി സ്റ്റാർ കണക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ കണക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? 3 ഫേസസ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ 3 ഫേസ് കണക്ഷൻ നമ്മൾ ഒരു ഡൊമസ്റ്റിക് ആപ്ലിക്കേഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. നമ്മുടെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷനിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. 3 ഫേസസും ഒരു ന്യൂട്രലുമാണ് അതിൽ നിന്ന് വരുന്നത്. നമുക്ക് R ഫേസും ന്യൂട്രലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേസ് നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ എല്ലായിടത്തും കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു സപ്ലൈ പോയി കഴിഞ്ഞാൽ നമ്മൾ B ഫേസും ന്യൂട്രലും കൂടെ കണക്ട് ചെയ്ത് ഒരു ഫേസ് കണക്ട് ചെയ്യും. ഇനി B ഫേസും ഫെയിലായാൽ നമ്മൾ Y ഫേസും N ഫേസും ന്യൂട്രലും എടുത്തിട്ട് ആ ഫേസ് കണക്ട് ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് 3 വേസ് ഇതുവഴി തന്നെ ആയിക്കഴിഞ്ഞു ന്യൂട്രൽ വെച്ചിട്ട്. ഇത് കൂടാതെ 3 ഫേസ് ലോഡ് കണക്ട് ചെയ്യാൻ നമുക്ക് സ്റ്റാറിൽ നമുക്ക് 3 ഫേസ് ലോഡ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ വയ്ക്കുക. ഇതേപോലത്തെ ഒരു 3 ഫേസ് ലോഡ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 3 ഫേസ് ലോഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ആവാം, മോട്ടർ ആവാം, ഇനി ഇൻവേർട്ടർ വരെ നമുക്കാവാം. ഇത് കണക്ട് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പം 3+1 4 വേസിൽ നമുക്ക്
സ്റ്റാർ കണക്ട് ചെയ്യാൻ പറ്റും. ഡെൽറ്റ പക്ഷേ ഒരേ ഒരു കണക്ഷനേ പറ്റത്തുള്ളൂ. അത് ഒന്നുകിൽ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ലോഡ് അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള ലോഡ് മാത്രമേ നമുക്ക് ഡെൽറ്റ കണക്ഷൻ വഴി കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൻ്റെ ഇൻസൈഡോട്ട് നമുക്ക് പോവുകയാണ്. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം നമ്മൾ ന്യൂട്രൽ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 3 ഫേസസും ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ന്യൂട്രൽ പോയിന്റ് എൻ. ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഇതാണ് ന്യൂട്രൽ പോയിന്റ് എൻ. സോ ഇത് ആർ എന്ന് പറയുന്ന നോഡാണ്. ആക്ച്വലി ഇതാണ് ഫേസ്. ഓരോ ഇൻഡിപെൻഡന്റ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഈ കോയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കണമല്ലോ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. 3 കോയിൽസും കണക്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഈ കോയിൽ ജനറേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷേ ഒരു സൈഡ് ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഷോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂട്രൽ പോയിന്റിലാണ്. ആക്ച്വലി അതാണ് കണ്ടീഷൻ. ആർ ഫേസും വൈ ഫേസും ബി ഫേസും ഒരു ന്യൂട്രൽ പോയിന്റിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നു ഒരു സെയിം ലെഗ്സ് വെച്ചിട്ട്. ഇതാണ് VR എന്ന് പറയുന്നതാണ് ഫേസ് വോൾട്ടേജ്, VYN എന്ന് പറയുന്നതാണ് ഫേസ് വോൾട്ടേജ്, VBN എന്ന് പറയുന്നതാണ് ഫേസ് വോൾട്ടേജ്. എന്നാൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഫേസിൽ നിന്ന് കൊണ്ടുപോകുന്ന 2 ലൈൻസ് തമ്മിലുള്ള വോൾട്ടേജാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമുക്ക് ഫേസ് വോൾട്ടേജ് വെച്ചിട്ടേ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ കഴിയും. ഫേസർ ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് 3 സിമെട്രിക്കലായിട്ട് VRN, VYN, VBN എന്നീ ലൈൻസ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജസ് പ്ലോട്ട് ചെയ്യുന്നു. 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് നമ്മൾ ഇത് 3 പ്ലോട്ട് ചെയ്യുകയാണ്. പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി വേണ്ടത് ലൈൻ വോൾട്ടേജ് ആണ്. ഈ ലൈൻ വോൾട്ടേജ് എന്തെന്ന് പറയുന്നത് ആക്ച്വലി VRN മൈനസ് VBN എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും VRY എന്ന് പറയുന്ന ലൈൻ വോൾട്ടേജ്. ഒന്നുകൂടെ പറയാം, VRN മൈനസ് VYN എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും നമുക്ക് VRY എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ദറ്റ് ഇൻ ദ ഫേസർ പ്ലോട്ട്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക, VYN എന്ന് പറയുന്ന നെഗറ്റീവിലേക്ക് അതിനെ പ്ലോട്ട് ചെയ്യും, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പ്ലോട്ട് ചെയ്യും. ദാറ്റ് ഇസ് VBN. ആക്ച്വലി നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി VYN നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു പാരലലോഗ്രാം തിയറം ഉപയോഗിച്ചിട്ട് ലൈൻ വോൾട്ടേജ് കൺസിഡർ ചെയ്യുന്നു. ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്? ഈ പാരലലോഗ്രാം തിയറം അനുസരിച്ചിട്ട് നമ്മൾ പാരലൽ തിയറിന്റെ ഡയഗണൽ ആയിരിക്കും ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒരിക്കലും ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിൽ തെറ്റരുത്. ഈ പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഫേസ് വോൾട്ടേജിലായിരിക്കും. നമ്മൾ റിസപ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. പാരലലോഗ്രാം തിയറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു 30 ഡിഗ്രി ആംഗിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളത് എങ്ങനെ കൺസിഡർ ചെയ്യും? ആക്ച്വലി VYN നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇതിന്റെ ഇമേജ് തന്നെയാണല്ലോ അപ്പുറത്തോട്ട് വരുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് വരുന്നപ്പോൾ 180 ഡിഗ്രി. സോ 2 ഫേസസ് തമ്മിലുള്ള വോൾട്ടേജ് 120 ഡിഗ്രി ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഈ 120 ഡിഗ്രി ആകുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആ 60 ഡിഗ്രിയുടെ ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ നമുക്ക് 30 ഡിഗ്രി കിട്ടും. ഈ 30 ഡിഗ്രിയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടി അതിനെ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ലൈൻ വോൾട്ടേജ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിൾ നമ്മൾ ഇപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കും. ട്രയാങ്കിൾ VRY/2 എന്ന് പറയുന്നതായിരിക്കുമല്ലോ, ഇതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ ഈ ഒരു ഇതെന്ന് പറയുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി ആയിരിക്കുമല്ലോ. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞ ഫേസ് വോൾട്ടേജ് എടുത്തതിന് ശേഷം 2 ഇൻറ്റു നമ്മൾ ടോട്ടൽ എടുക്കുകയാണ്. 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു VRN എന്ന് പറയുന്നത് ഈ VRN ഹൈപ്പോട്ടനീസ് ഇൻറ്റു cos 30 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ്. സോ അതിൽ നിന്നും 2 ഇൻറ്റു V ഫേസ് ഇൻറ്റു √3/2 cos 30 √3/2 ലൈൻ വോൾട്ടേജ് √3 ഇൻറ്റു V ഫേസ് എന്ന് കിട്ടും. അതായത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് V ഫേസ് വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് ഈസ് ആൾവേസ് ലെസ് ദാൻ ലൈൻ വോൾട്ടേജ്.